ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ഷൈൻ വണ്ടി നമ്മളതിൻ്റെ ചെയിൻ സ്പോക്കറ്റും അതുപോലെ ക്ലച്ച് ഡിസ്കും കാർബറേറ്റർ ക്ലീൻ ചെയ്യാനും വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ നമ്മൾ ഈ ചെയിന് അതുപോലെ ഈ ചെറിയ സ്പോക്കറ്റും വലിയ സ്പോക്കറ്റ് അതങ്ങനെ സെറ്റായിട്ട് കിറ്റായിട്ടാണ് വരിക. അപ്പോൾ ഈ വലിയ സ്പോക്കറ്റും ചെറിയ സ്പോക്കറ്റും നമ്മൾ ചെയിനും അങ്ങനെ കിറ്റായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ചെയിൻ സ്പോക്കറ്റും മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമുക്കത് ഫുള്ളായിട്ട് അയച്ചിട്ട് വേണം നമുക്ക് ക്ലച്ച് ഡിസ്ക് മാറ്റണമെങ്കിൽ. അപ്പോൾ ഇതാണത് ക്ലച്ച് ഡിസ്ക്, ഇത് പ്ലേറ്റ്, ക്ലച്ച് ഡിസ്കും പ്ലേറ്റും കൂടി നമുക്ക് മാറ്റേണ്ടതാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം, ക്ലച്ച് നല്ല അരഞ്ഞ് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലച്ച് ഡിസ്കും ക്ലച്ച് പ്ലേറ്റും മാറ്റി അതിൻ്റെ ഗ്യാസ്കറ്റൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാർബറേറ്റർ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നമുക്കൊന്ന് ക്ലീനറൊക്കെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ കംപ്ലയിൻറ്റ് കാണിക്കുകയെന്ന് പറഞ്ഞാൽ ഈ ഓവർഫ്ലോൻ്റെ വീടിൽ ഇവിടെ ഈ ഭാഗത്തുള്ള ഒരു തേയ്മാനം കാരണം കൊണ്ടാണ് നമുക്ക് ആ ഓവർഫ്ലോൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. ഇതൊക്കെല്ലാം ഒന്നുകൂടി ക്ലീൻ ചെയ്ത് നോക്കാം. വീണ്ടും റിപ്പീറ്റ് ഓവർഫ്ലോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർബറേറ്റർ മാറ്റിക്കളയാനേ പറ്റുള്ളൂ. കാർബറേറ്റർ തേയ്മാനം കാലപ്പഴക്കത്തിൻ്റേതായ വലിയ തേയ്മാനം വന്നിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ആ കാർബറേറ്ററിൽ ഓവർഫ്ലോ കാണിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ ഇനി റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർബറേറ്റർ മാറ്റിക്കളയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ആ വർക്കും കൂടി ചെയ്ത് പോകുന്നുണ്ട്. ക്ലച്ച് ഡിസ്കും ചെയിൻ സ്പോക്കറ്റും ആ കാർബറേറ്ററും കൂടി അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓക്കെ.